പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. വീണ്ടും വചനവുമായി വരാൻ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം സങ്കീർത്തനം 103:3. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടം അണിയിക്കുന്നു. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടം അണിയിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 25:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ, മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ, മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. വീണ്ടും സങ്കീർത്തനം 38:3. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇവിടെ ഒരു സൗഖ്യവും അല്ലെങ്കിൽ രോഗവും പാപവും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇത് ആ കുളത്തിനരികെ ഇരുന്നിരുന്ന ആൾ, അവന് കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്രിസ്തു വരുന്നെന്ന് കേട്ട് ഇവൻ ക്രിസ്തുവിനെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ, എന്നിട്ട് അവൻ പരാതി പറയുകയാണ്. അതായത് ഈ കുളത്തിലെ വെള്ളം അനങ്ങുമ്പോഴേക്കും വേറെ ആരെങ്കിലും അതിനകത്ത് ഇറങ്ങും. ആദ്യം ഇറങ്ങുന്ന ആൾക്ക് മാത്രമാണ് രോഗശാന്തി. അങ്ങനെ ഇയാൾ വർഷങ്ങളോളം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു അവന് രോഗശാന്തി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അവന് വീണ്ടും ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറയുകയാണ്, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അതുപോലെ തന്നെ യോഹന്നാൻ 8:10. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. 2 കാര്യങ്ങളാണ് രോഗശാന്തിക്ക്. ഒന്ന്, വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിന് രോഗം മാറ്റിത്തരാൻ അല്ലെങ്കിൽ ഈ അവസ്ഥ മാറ്റിത്തരാൻ സാധിക്കും എന്നുള്ള വിശ്വാസം. രണ്ടാമത്, പാപങ്ങൾ ഏറ്റുപറയുക, പാപങ്ങളെ വർജിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു എപ്പോഴും പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
പിന്നെ പറയുന്നു മേലിൽ പാപം ചെയ്യരുത്. രണ്ടാമത് യോഹന്നാൻ 8:10 വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യമാണ്. അപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ആളുകൾ ഓടിച്ചിങ്ങനെ ഇട്ട് വരികയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ക്രിസ്തു അവളെ അവിടെ നിർത്തിയിട്ട് നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. അപ്പോൾ ഓരോരുത്തരായി അവിടം വിട്ടു പോയി. കാരണം പാപമില്ലാത്തതായി ആരുമില്ല. ശരിക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മുതിർന്നവർ മുതൽ, മുതിർന്നവർക്ക് കൂടുതൽ പാപമുണ്ടെന്നർത്ഥം. മുതിർന്നവർ മുതൽ അവിടെ 1 by 1 ആയിട്ട് അവിടം വിട്ടുപോയി. എന്നിട്ട് യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ആർക്കൊക്കെ ഹാർട്ടിൻ്റെ പ്രോബ്ലമൊക്കെ കാണുമ്പോൾ പിന്നെ നെയ്ബറും ഒക്കെ ഹാർട്ടിൻ്റെ പ്രോബ്ലം, ഇയാളുടെ പ്രോബ്ലം വിത്ത് ഹിസ് ഹാർട്ട്. അപ്പം ഞാൻ അത് ചോദിച്ചു, എങ്ങനെയുണ്ട്, വേറെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, എന്താണ്, പിരിമുറുക്കം വല്ലതും ഉണ്ടോ? അപ്പോൾ വലിയൊരു പ്രോബ്ലം അയാൾ എന്നോട് ഷെയർ ചെയ്യുക. കുടുംബത്തിലെ പ്രോബ്ലം. ഈ ഈ പ്രോബ്ലങ്ങളാണ്, അത് നമ്മുടെ പ്രോബ്ലമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ദുരിതത്തിലാഴ്ത്തുന്നതാകാം. അപ്പോഴും നമ്മൾക്ക് യേശുവിലുള്ള വിശ്വാസം നമ്മൾ വിടുന്നു. എനിക്ക് പ്രോബ്ലം ഉണ്ടായതാണ്. അന്ന് ഒരു വലിയൊരു സംഖ്യ റിയൽ എസ്റ്റേറ്റിൽ പെട്ടുപോയതാണ്. എന്നെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയാണ്. അത് ഒരു ഫെയിലിയർ പ്രോജക്റ്റിൽ കൊണ്ടിട്ടു. അതിപ്പോഴും അവിടെ കിടക്കുക. പക്ഷേ രണ്ട് വ്യത്യാസം. ഇത് സംഭവിച്ച സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ കൂടുതൽ പുകവലിയും ഉറക്കമില്ലാത്ത രാത്രികളും, അങ്ങനെ ടെൻഷനായിരുന്നു. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നഷ്ടത്തിനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല. അവൻ്റെ സമയത്ത് അത് സംഭവിക്കട്ടെ, അത് മനസ്സിൻ്റെ റഡാറിൽ നിന്ന് അത് പോയി. കാരണം വേറെ ക്രിസ്തു നമ്മുടെ കൂടെ, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അത് അതിൻ്റെ തക്ക സമയത്ത് അവൻ തന്നുകൊള്ളും. ഇനി അത് അവൻ തന്നില്ലെങ്കിൽ അത് നമുക്കത് വേണ്ട. സെയിം സിറ്റുവേഷനാണ് ക്രൈസ്റ്റ് ഉള്ള സമയത്തും ക്രൈസ്റ്റ് ഇല്ലാത്ത സമയത്തും. അപ്പം ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കാത്തതും ഒരു പാപമാണ്. മനസ്സിലായോ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ വലിയ വലിയ പ്രശ്നങ്ങളുടെ നടുവിലായിട്ട് പോലും ദൈവത്തിങ്കിലേക്ക് തിരിയാത്തത് വലിയ പാപമാണ്. കാരണം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഒരു ക്രൈസിസ് ഉണ്ടായിട്ട് പോലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാത്തത് 1-ാം പ്രമാണത്തിൻ്റെ തന്നെ ലംഘനമാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന് ഞാൻ പറയുന്നില്ല, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തിയും കഴിവും ഒരു സമചിത്തതയും ധൈര്യവും
എല്ലാം നമുക്ക് ലഭിക്കും. അതേസമയം പലപ്പോഴും ഇതിനേക്കാട്ടിലും വലിയ നഷ്ടത്തിനേക്കാട്ടിലും വലിയ ബ്ലെസ്സിങ്സ്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ദൈവത്തിന് തോന്നുകയാണെങ്കിൽ ദൈവം നമ്മുടെ മേൽ ചൊരിയും. ഇതിനകത്ത് കീ ആയിട്ടുള്ള കാര്യം പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഈ ക്രൈസിസ് ഒക്കെ വന്ന് നമ്മൾ രോഗശാന്തി അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത, ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ഒഴിഞ്ഞ് മാറിപ്പോയി കഴിയുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് തിരിയരുതെന്ന് കർത്താവ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. ഇനി മേലിൽ പാപം ചെയ്യരുത്. ആദ്യം നമ്മൾ വായിച്ച 2 വചനം പാപത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ വായിച്ചത് ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്, എൻ്റെ ഹൃദയ വ്യഥകൾ ശമിപ്പിക്കണമേ, മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊക്കെ എനിക്കുള്ളൊരവസ്ഥ, പാപം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആ കൂടി ചെയ്യാവുന്നത് ചുരുണ്ടൂടി കിടക്കുക എന്നുള്ളതാണ്. വേറെ ഒരു പരിപാടിയും നടക്കില്ല. വീണ്ടും പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരിക്കാതെ വീണ്ടും ഫങ്ഷണലാകാൻ സാധിക്കുകയില്ല എനിക്ക്. ഐ വിൽ ബിക്കം ടോട്ടലി ഡിസ്ഫങ്ഷണൽ. പാപം ആണ് പ്രശ്നം. പാപം നമ്മുടെ ആത്മാവിന് പരിക്കേൽപ്പിക്കുന്നു. അതുവഴി നമ്മൾ വീണ്ടും അന്ധകാരത്തിലേക്ക് പോകുന്നു. വെളിച്ചത്ത് വരാൻ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കുറയുന്നു. ശുഭാപ്തി വിശ്വാസം കുറയുന്നു. നിരാശ നമ്മളിലേക്ക് വരുന്നു. നമ്മുടെ എനർജി ലെവലെല്ലാം താഴത്തോട്ട് പോകുന്നു. അപ്പോൾ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ കർത്താവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാരൂപി നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ശക്തി, ഒരു പവർ ടു സേ നോ ടു സിൻ, അത് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും പാപമില്ലാത്ത അവസ്ഥയിലും കർത്താവിനെ വിളിച്ചാൽ കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആപത്തിൽ പോലും ദൈവത്തിനെ വിളിക്കാത്തവൻ നിരീശ്വരവാദി തന്നെയാണ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. നല്ല കുമ്പസാരത്തിനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമുക്തരാകാനുള്ള കൃപ നമുക്ക് നൽകട്ടെ. നമ്മുടെ രോഗങ്ങളെ ശമിപ്പിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.